പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 159-ാം വചനത്തിൽ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത്. അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും മുഴുജനങ്ങളിൽ നിന്നും മിണ്ടാപ്രാണികളിൽ നിന്ന് പോലും അനിഷ്ടവും അതൃപ്തിയും ഒപ്പം ലാനത്തും ഏൽക്കേണ്ടി വരുന്ന വിഷയമാണ്. അറിഞ്ഞത് അവതരിപ്പിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടും അറിവിനെ മൂടിവെക്കുക, തമസ്കരിക്കുക എന്ന ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മിണ്ടാപ്രാണികൾക്ക് പോലും ഉപദ്രവകരമാകും ഈ ഒരു കുറ്റകൃത്യം ചെയ്താൽ എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ കലാമിൽ ഈ ഒരു വിഷയം സഗൗരവം ഉണർത്തിയിട്ടുള്ളത്. ഒരു വചനം നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സത്യം അസത്യവുമായി നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യം മൂടിവെക്കുകയും ചെയ്യരുത് എന്ന്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഉലൈക അല്ലദീന ഇശ്തറൗ ദ്ദലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ ഫമാ അസ്ബറഹും അലന്നാർ. ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മറ്റൊരു വചനമാണിത്. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു കിതാബിൽ അവതരിപ്പിച്ചതിനെ മൂടിവെക്കുന്നവർ, അതുകൊണ്ട് തുച്ഛമായ വില വാങ്ങിക്കുന്നവർ, അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീയാകുന്നു, തീ മാത്രമാകുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. അന്ത്യനാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയുമില്ല, നോവേറ്റുന്ന ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. സന്മാർഗത്തിന് പകരം വഴികേട് വിലക്ക് വാങ്ങിയവരാണവർ, പാപമോചനത്തിന് പകരം ശിക്ഷയെ വാങ്ങിച്ചവരാണവർ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വിഷയം എത്ര ഗൗരവതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളോട് കൽപ്പിച്ചത് എത്തിക്കുവാനാണ്, അറിയിക്കുവാനാണ്. തിരുദൂതരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനന്നാസ്. തിരുദൂതരെ, റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായത് താങ്കൾ എത്തിക്കുക. താങ്കൾ എത്തിച്ചില്ല എങ്കിൽ താങ്കളുടെ റിസാലത്തിനെ താങ്കൾ എത്തിച്ചവനാവുകയില്ല. ആളുകളിൽ നിന്ന് അല്ലാഹു താങ്കൾക്ക് കാവലേകും, രക്ഷയേകും. അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എത്തിയത് എത്തിക്കുവാൻ, നമ്മൾ പഠിച്ചത് പറയുവാൻ, നമ്മൾ സാക്ഷികളായത് സാക്ഷ്യം നിർവഹിക്കുവാൻ കൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അറിഞ്ഞത് അവതരിപ്പിക്കേണ്ട അനിവാര്യ ഘട്ടവും ആവശ്യവും ഉണ്ടായിട്ട് മൂടിവെക്കുന്നവർ ദീനിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ റജുലിൻ ആതാഹുല്ലാഹു ഇൽമൻ ഫകതമഹു ഇല്ലാ ഉതിയ ബിഹി യൗമൽ ഖിയാമത്തി മുൽജമൻ ബിലിജാമിൻ മിനന്നാർ എന്നാണ്. അല്ലാഹു ഇൽമ് നൽകിയ ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തി തൻ്റെ ഇൽമിനെ മൂടിവെച്ചാൽ ഫകതമഹു, അന്ത്യനാളിൽ അയാൾ കൊണ്ടുവരപ്പെടുന്നത് തീയിനാലുള്ള ഒരു മൂക്കയർ ധരിപ്പിക്കപ്പെട്ട നിലയിലായിരിക്കുമെന്നാണ്. മറ്റൊരു നിവേദനത്തിൽ മൻ സുഇല അൻ ഇൽമിൻ യഅലമുഹു, താൻ അറിയുന്ന ഒരു അറിവിനെക്കുറിച്ച് വല്ലവരും ചോദിക്കപ്പെട്ടു, ഫകതമഹു, അയാളത് മൂടിവെച്ചു എങ്കിൽ അൽജമഹുല്ലാഹു ബിലിജാമിൻ മിൻ നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ തീയിനാലുള്ള ഒരു മൂക്കയർ അയാളെ അല്ലാഹു ധരിപ്പിക്കുമെന്നാണ്. ഇത് ശക്തമായ താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഇങ്ങനെ മൂടിവെക്കുന്നതിൻ്റെ ചിത്രീകരണം
തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത് ഇപ്രകാരം നമുക്ക് വായിക്കാനാകും. അവിടുന്ന് പറഞ്ഞു, മസലുല്ലദീ യതഅല്ലമുൽ ഇൽമ സുമ്മ ലാ യുഹദ്ദിസു ബിഹി കമസലില്ലദീ യക്നിസുൽ കൻസ ഫലാ യുൻഫിഖു മിൻഹു. ഇൽമ് പഠിക്കുകയും എന്നിട്ടത് പറയാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ ഉദാഹരണം, ഉപമ അല്ലദീ യക്നിസുൽ കൻസ്, നിധി വാരിക്കൂട്ടുന്നവൻ്റെ ഉപമയാണ്. വാരിക്കൂട്ടിയിട്ട് ഫലാ യുൻഫിഖു മിൻഹു, അതിൽ നിന്ന് അയാൾ ചെലവഴിക്കുന്നില്ല, വിനിമയം ചെയ്യുന്നില്ല. അതുപോലെയാണ് അറിവ് നേടിയവൻ അത് പറയുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, മസലുല്ലദീ യഅലമുൽ ഇൽമ വലാ യുഹദ്ദിസു ബിഹി കമസലി റജുലിൻ റസഖഹുല്ലാഹു മാലൻ ഫലൻ യുൻഫിഖ് മിൻഹു. ഇൽമ അറിയുന്ന ഒരാളുടെ ഉപമ, ആ ഇൽമ അയാൾ പറയുന്നില്ല എങ്കിൽ അള്ളാഹു സമ്പത്ത് കനിഞ്ഞ ഒരുവനെ പോലെയാണ്, എന്നിട്ട് അയാൾ അതിൽ നിന്ന് ചെലവഴിക്കുന്നില്ല. ഇൽമു ലാ യുഖാലു ബിഹി കകൻസിൻ ലാ യുൻഫഖു മിൻഹു. പറയപ്പെടാത്ത ഇൽമ്, ചെലവഴിക്കപ്പെടാത്ത നിധി പോലെയാണ് എന്ന് പറഞ്ഞാൽ, കെൻസായി മാലായി ഉള്ളവൻ ചെലവഴിച്ചില്ല എങ്കിൽ അവനെക്കുറിച്ചാണ് ലുബ്ധൻ, പിശുക്കൻ എന്നൊക്കെ പറയുക. അതുപോലെയാണ് അറിവുണ്ടായിട്ട് അറിവ് പകർത്താത്തവൻ, പഠിപ്പിക്കാത്തവൻ, അവനും പിശുക്കനാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിക്കുവാനുള്ളത്. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് എന്ന ഭാഗം പഠിപ്പിക്കുന്നത്. ആ വചനത്തിൻ്റെ അവതീർണ പശ്ചാത്തലം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ജൂതരിൽ നിന്നുള്ള ചില പുരോഹിതന്മാരെ സഹാബികളിൽ ചിലർ ചെന്ന് കണ്ട് അവർക്കറിവുള്ള വിവരങ്ങൾ തിരക്കിയപ്പോൾ അതവർ പൂഴ്ത്തുകയും മൂടുകയും ചെയ്ത വിഷയത്തിലാണ് ആയത്തിൻ്റെ അവതീർണത. പക്ഷേ അപ്പറയപ്പെട്ട ജൂതർക്ക് മാത്രം ബാധകമായ ഒരു വിധിയോ വിഷയമോ അല്ല ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത്. നിദാനശാസ്ത്രത്തിൽ ഒരു തത്വമുണ്ട്, അൽ ഇബ്റതു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ്. ഒരു പ്രത്യേക കാരണത്താലാണ് ഒരു വചനം ഇറങ്ങിയത് എങ്കിൽ ആ കാരണത്തിന് മാത്രം ബാധകമല്ല വിധി. പ്രത്യുത ഈ വചനം അതിൻ്റെ വിധിയും വിഷയവും പൊതുവിലാണ്. ഇതാണ് ഇമാം അബൂ ഹയ്യാൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത്, വൽ അബ്ഹറു ഉമൂമുൽ ആയ ഫിൽ കാതിമീൻ വഫിൻ നാസ് വഫിൽ കിതാബ് വഇൻ നസലത് അലാ സബബിൻ ഖാസ്. ആയത്ത് പ്രത്യേക ഒരു കാരണത്താൽ ഇറങ്ങിയതാണെങ്കിലും ആയത്തിൻ്റെ വിധി പൊതുവിലാണ് എന്നതാണ് വ്യക്തമാകുന്നത്. പൂഴ്ത്തിവെക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ ആയത്ത് ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വ്യക്തമാക്കി എന്ന് പറഞ്ഞില്ലേ, അവിടെ ജനങ്ങളും പൊതുവിലാണ്. കിതാബിൽ വ്യക്തമാക്കി എന്ന് പറഞ്ഞു, ഉദ്ദേശം എല്ലാ കിതാബുകളുമാണ്. ജൂതരുടെയും തൗറാത്തിൻ്റെയും മാത്രം ഒരു വിഷയമല്ല ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ഫഹിയ തതനാവലു കുല്ലമൻ കതബ ഇൽമൻ മിൻ ദീനില്ലാഹ് യുഹ്താജു ഇലാ ബസ്സിഹി വ നശ്രിഹി. അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഒരറിവ് അത് പ്രചരിപ്പിക്കേണ്ടത്, അത് പകർത്തേണ്ടത് ആവശ്യമാണ്. എന്നിരിക്കെ അതിനെ വല്ലവരും മൂടിവെച്ചാൽ അവരെ എല്ലാവരെയും ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം സഹാബികൾ അങ്ങനെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ചരിത്രം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതാണ് ഇനി ഈ ബാക്കി സമയം കേൾപ്പിക്കുന്നത്. അപ്പോൾ വേദക്കാരിലെ ജൂത പുരോഹിതർ അവരുടെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയതെങ്കിലും അവർക്ക് മാത്രം ബാധകമോ അവരിൽ മാത്രം പരിമിതപ്പെടുന്നതോ ആയ വിധിയല്ല ഈ ആയത്തിൻ്റേത്. പ്രത്യുത പഠിച്ച പാഠങ്ങൾ, അഭ്യസിച്ച വിജ്ഞാനങ്ങൾ അത് പറയേണ്ട പകർത്തേണ്ട സന്ദർഭത്തിൽ പറയാതെ പകർത്താതെ മൂടിവെക്കുന്നവരെല്ലാം ഈ ആയത്തിൻ്റെ വിധിയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ചരിത്രങ്ങൾ ശ്രദ്ധേയമാണ്. അതിൽ ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ടുമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ല ഉഹദ്ദിസന്നകും ഹദീസൻ ലൗലാ ആയത്തും ഫീ കിതാബില്ലാഹ് മാ ഹദ്ദസ്തുകും എന്ന്. ഞാൻ നിങ്ങളോടൊരു ഹദീസ് പറയുക തന്നെ ചെയ്യും, അള്ളാഹുവാണേ സത്യം. അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരു വചനം ആയത്തില്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തുകും, ഞാൻ ഈ ഹദീസ് നിങ്ങളോട് പറയുമായിരുന്നില്ല. അപ്പോൾ എന്നെ ഈ ഹദീസ് പറയാൻ നിർബന്ധിക്കുന്നത് ഒരു വിശുദ്ധ വചനമാണ്, ആയത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവം ഉദ്ധരിച്ച് ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ദേശിച്ച ആയത്ത് ഏതാണ് എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ആയത്താണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്
ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്ന ആയത്താണ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട്. ഈ ആയത്താണ് ഈ ഹദീസ് പറയാൻ അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഹദീസ് പറഞ്ഞു, ഇന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തവദ്ദഅ മിസ്ല വുദൂഇ ഹാദ, ഞാൻ ഈ വുദൂ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാൽ പറഞ്ഞു, മൻ തവദ്ദഅ മിസ്ല വുദൂഇ ഹാദ, ഞാൻ വുദൂ ചെയ്യുന്ന എൻ്റെ ഈ വുദൂ പോലെ ഒരാൾ വുദൂ ചെയ്താൽ, സുമ്മ സല്ലാ റക്അതൈൻ, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, ചില നിവേദനങ്ങളിൽ സുമ്മ ഖറജ ഇലൽ മസ്ജിദി ലാ യൻഹസുഹു ഇല്ല സ്വലാ, പിന്നീട് അയാൾ മസ്ജിദിലേക്ക് പുറപ്പെടുന്നു. മസ്ജിദിലേക്ക് പുറപ്പെടാനുള്ള അയാൾക്കുള്ള പ്രേരകം നിസ്കാരം മാത്രമാണ്. മറ്റൊരു ചില നിവേദനങ്ങളിൽ സുമ്മ അതൽ മസ്ജിദ ഫറകഅ ഫീഹി റക്അതൈൻ, പിന്നീട് മസ്ജിദിലെത്തി അതിൽ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു ബിശൈഇൻ, ആ നിസ്കാരം തീർത്തും അള്ളാഹുവിനായി, അള്ളാഹുവിനോടുള്ള മുനാദാത്തും മുനാജാത്തും തേട്ടവും സംഭാഷണവും, സ്വന്തത്തോട് പോലും ഒന്നും സംസാരിക്കാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതാണ്. അള്ളാഹുവിനോടുള്ള സംസാരം, അതാണ് നിസ്കാരം. ഒരു പൂർവികൻ പറഞ്ഞില്ലേ, അള്ളാഹു എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഖുർആൻ ഓതും, അള്ളാഹിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും എന്ന്. അപ്പം നിസ്കാരത്തിൽ അള്ളാഹിനോടുള്ള സംസാരമാണ്. സ്വന്തത്തോട് പോലും സംസാരിക്കാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് സംസാരിച്ച് സംവദിച്ചു കൊണ്ടുള്ള നിസ്കാരം. അത് വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ തെറ്റുകൾ അള്ളാഹു അവന് പുറത്തു നൽകും. ഇതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഹദീസായി പറയുകയുണ്ടായത്. ഇത് പറയുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം അള്ളാഹിൻ്റെ കിതാബിലെ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവാണേ ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തിരുദൂതരുടെ വുദു ചെയ്ത് കാണിക്കുന്നുണ്ട്, അത് ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം വുദു ചെയ്യുവാനുള്ള വെള്ളപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് സകബ അല യമീനിഹി ഫഗസലഹ, തൻ്റെ വലത് കൈയിലേക്ക് അല്പം വെള്ളം പാത്രത്തിൽ നിന്ന് ചൊരിഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൈ കഴുകി. സുമ്മ അദ്ഖല യമീനഹു ഫിൽ ഇന, പിന്നെ ആ വലത് കൈ പാത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഫഗസല കഫൈഹി, പിന്നീട് തൻ്റെ കഫുകൾ ഇലൽ കൂഅൈൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ 2 മുൻകൈകളും കഴുകി സലാസൻ 3 പ്രാവശ്യം. കൂഴ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ മുൻകൈയും മുഴങ്കൈയും വേർപ്പെടുന്ന സ്ഥലം. ഏതായാലും അദ്ദേഹം മുൻകൈ 2ഉം 3 പ്രാവശ്യം കഴുകി. പിന്നെ വലത് കൈ പാത്രത്തിൽ പ്രവേശിപ്പിച്ചു. സുമ്മ അദ്ഖല യമീനഹു ഫിൽ ഇന ഫതമദ്മദ സലാസൻ, 3 പ്രാവശ്യം വായിൽ വെള്ളം ചുഴറ്റി തുപ്പി. വസ്തൻഷഖ വസ്തൻസറ സലാസൻ, മൂക്കിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് അത് അദ്ദേഹം ചീറ്റി 3 പ്രാവശ്യം. സുമ്മ ഗസല വജ്ഹഹു സലാസ മറാത്തിൻ, പിന്നീട് 3 തവണ അദ്ദേഹം തൻ്റെ മുഖം കഴുകി. സുമ്മ ഗസല യദഹുൽ യുംന ഇലൽ മിർഫഖ് സലാസ മറാത്ത്, പിന്നെ 3 തവണ തൻ്റെ കൈ മുട്ട് ഉൾപ്പെടുത്തി കഴുകി. സുമ്മ ഗസല യദഹുൽ യുസ്റ മിസ്ല ദാലിക്, പിന്നെ അതുപോലെ 3 പ്രാവശ്യം മുട്ട് ഉൾപ്പെടുത്തി ഇടത് കൈയും കഴുകി. സുമ്മ അദ്ഖല യദഹു ഫഅഖദ മാഅൻ, പിന്നെ പാത്രത്തിൽ കൈ പ്രവേശിച്ച് വെള്ളമെടുത്തു. ഫമസഹ ബിറഅ്സിഹി വ ഉദുനൈഹി, അങ്ങനെ തൻ്റെ തലയും 2 ചെവികളും അദ്ദേഹം തടവി. സുമ്മ ഗസല റിജ്ലഹുൽ യുംന ഇലൽ കഅബൈനി സലാസ മറാത്ത്, പിന്നെ അദ്ദേഹം തൻ്റെ വലത് കാൽ നെരിയാണി ഉൾപ്പെടുത്തി 3 തവണ കഴുകി. സുമ്മ ഗസല യുസ്റ മിസ്ല ദാലിക്, ഇടത് കാലും 3 പ്രാവശ്യം അദ്ദേഹം കഴുകി. ഇത് അദ്ദേഹം വുളുവിനെ കുറിച്ച് ചോദിച്ചവർക്ക് ചെയ്തു കാണിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐന സായിലൂന അനിൽ വുദു, വുദുവിനെ കുറിച്ച് ചോദിച്ചവർ എവിടെ? ഹാകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യുന്നത് ഇപ്രകാരമാണ് ഞാൻ കണ്ടത്. അതിൽ പിന്നെയാണ് അദ്ദേഹം ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച വല്ലാഹി ല ഉഹദ്ദിസന്നകും ഹദീസൻ ലൗലാ ആയത്തുൻ ഫി കിതാബില്ലാഹ് മാ ഹദ്ദസ്തുകും എന്ന് പറയുകയുണ്ടായത്, ആ ഭാഗം പറയുകയുണ്ടായത്. അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ അനുബന്ധം നമ്മൾ കേട്ടതുപോലെ അദ്ദേഹം പറയുകയുണ്ടായത്. ഞാനിത് ഉദ്ധരിച്ചത് ഈ ആയത്ത് വേദക്കാർക്ക് മാത്രം പരിമിതപ്പെട്ട വിധിയെയല്ല അറിയിക്കുന്നത്, ഇതിൻ്റെ വിധി പരക്കെ പഠിച്ചവർക്ക് പണ്ഡിതന്മാർക്കൊക്കെയാണ്. അതായിരുന്നു സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ടാണ്.
ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നക്കും തഖൂലൂൻ അന്ന അബൂ ഹുറൈറത യുക്സിറുൽ ഹദീസ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ പറയുന്നു അബൂ ഹുറൈറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് കൂടുതലാക്കി ഉദ്ധരിക്കുന്നു, കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്നു എന്ന്. വതഖൂലൂൻ, നിങ്ങൾ പറയുന്നു മാ ബാലുൽ മുഹാജിരീൻ ലാ യുഹദ്ദിസൂന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ അഹാദീസ്. മുഹാജിറുകൾക്ക് എന്തു പറ്റി? ഈ ഹദീസുകളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ പറയുന്നില്ലല്ലോ. വമാ ബാലുൽ അൻസാർ ലാ യുഹദ്ദിസൂന ബിഹാദിഹിൽ അഹാദീസ്. അൻസാരികൾക്ക് എന്തു പറ്റി? ഈ ഹദീസുകളൊന്നും അവരും പറയുന്നില്ലല്ലോ. തഖൂലൂൻ, നിങ്ങൾ പറയുന്നു അക്സർത്, അബൂ ഹുറൈറ നിങ്ങൾ കൂടുതൽ ഹദീസുകൾ പറയുന്നു, ഉദ്ധരിക്കുന്നു. എന്നിട്ട് അബൂ ഹുറൈറ അതിനോട് തുടർത്തി പറയുന്നത്, ഫലൗ ഹദ്ദസ്തുകും ബികുല്ലി മാ സമിഅ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലറമൈതുമൂനി ബിൽ ഖശ്ഇ വമാ നാദർതുമൂനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കല്ലും മണ്ണും വാരി എന്നെ എറിയുമായിരുന്നു, നിങ്ങൾ എന്നോട് സംവദിക്കാൻ നിൽക്കുമായിരുന്നില്ല. ഹഫിൾതു മിർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിആഇനി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ 2 വിആഉകൾ മനപ്പാടാക്കിയിട്ടുണ്ട്. വിആ എന്ന് പറഞ്ഞെങ്കിൽ തോൽപാത്രത്തിനാണ് പറയുക, വലിയ പാത്രം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയ 2 അളവുകൾ മനപ്പാടാക്കിയിട്ടുണ്ട്. ഫഅമ്മ അഹദുഹുമ ഫബസസ്തുഹു, അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ പകർന്നിട്ടുള്ളത്, പ്രചരിപ്പിച്ചിട്ടുള്ളത്. വഅമ്മൽ ആഖറു ഫലൗ ബസസ്തുഹു ഖുതിഅ ഹാദൽ ബുൽഊം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ, പകർത്തിയിരുന്നുവെങ്കിൽ, നിവേദനം ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവൻ നാടി ഖണ്ഡിക്കപ്പെടുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് നമ്മുടെ വിഷയം. വലൗല ആയതാനി ഫീ കിതാബില്ലാഹി മാ ഹദ്ദസ്തു ഹദീസൻ. അള്ളാഹുവിൻ്റെ കിതാബിലെ 2 ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ ഒരു ഹദീസും ഞാൻ പറയുമായിരുന്നില്ല, ഉദ്ധരിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ കിതാബിൽ 2 ആയത്തുകൾ, അതാണ് ഈ ഹദീസുകളൊക്കെ പറയാൻ നിർബന്ധിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സുമ്മയത്തുലു, അദ്ദേഹം ഓതി. ഏതാണ് അദ്ദേഹം ഓതിയ 2 ആയത്തുകൾ? അതിൽ ഒന്ന് നമ്മുടെ പഠന വിഷയമായിട്ടുള്ള ഈ 159 ആയത്താണ്. അദ്ദേഹം ഓതി, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അദ്ദേഹം ഓതി. അടുത്ത ആയത്ത് അദ്ദേഹത്തിന് ഓതാനുള്ളത് സൂറത്തു ആലി ഇമ്രാനിലെ നമ്മൾ നേരത്തെ കേട്ട ആ ആയത്താണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇതും അദ്ദേഹം ഓതുകയുണ്ടായി. 2 ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് മൂടിവെക്കുന്നവരുടെ വിഷയത്തിലാണ്, അവർക്കുള്ള ശിക്ഷയുടെ വിഷയത്തിലാണ്, അവർ അവഹേളിതരാകാനിരിക്കുന്ന വിഷയത്തിലാണ്, അവരുടെ പാരത്രിക ലോകം എത്ര പരാജയമായിരിക്കും എന്ന് അറിയിക്കുന്ന വിഷയത്തിലാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തുടർന്ന് ചില അനുബന്ധങ്ങൾ പറയുന്നുണ്ട്. മുഹാജിറുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ ഉദ്ധരിക്കാത്തത്? വ ഇന്ന ഇഖ്വാനി മിനൽ മുഹാജിരീൻ കാന യശ്ഗലുഹുമുസ് സഫ്ഖു ബിൽ അസ്വാഖ്. എൻ്റെ സഹോദരങ്ങളായ മുഹാജിറുകൾ അങ്ങാടികളിൽ, സൂക്കുകളിൽ, ഇടപാടുകളിൽ വ്യാപൃതരായിരുന്നു. അൻസാരികളോ വ ഇന്ന ഇഖ്വാനി മിനൽ അൻസാർ, എൻ്റെ സഹോദരങ്ങളായ അൻസാറുകൾ കാനത്ത് തശ്ഗുലുഹും അർദൂഹും വൽ ഖിയാമു അലൈഹ, അവരുടെ കൃഷിയിടങ്ങൾ, അതിലെ കൃഷിവേലകൾ, അതിൽ അവർ വ്യാപൃതരായി. എന്നാൽ അബൂ ഹുറൈറയോ അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നത് വകുൻതു ഇംറഅൻ മിസ്കീനൻ മിൻ മസാകീനി സുഫ്ഫ മുഅ്തകിഫൻ, ഞാൻ സുഫയിൽപ്പെട്ട ഒരു മിസ്കീനായിരുന്നു, ഞാൻ അവിടെ ആശ്രിതനുമായിരുന്നു. സുഫ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നെത്തിയ ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാത്ത മിസ്കീന്മാരായ ആളുകൾ, അവരുടെ അഭയവും ആശ്രയവും മസ്ജിദുൻ നബവിയിലെ വടക്കേ മൂലയിൽ ഒരിടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും മദീനയിലെ അൻസാരികളും മറ്റും നൽകിയിരുന്ന ഭക്ഷണം കഴിച്ച് പശിയടക്കി ആ നിർധനർ കഴിച്ചുകൂടി അവരാണ് അഹ്ലുസുഫ എന്ന് അറിയപ്പെടുന്നവർ. അവരിലൊരാളായിരുന്നു അബൂ ഹുറൈറയും. അതാണ് അദ്ദേഹം പറയുന്നത്. ലാ അകുലുൽ ഖമീർ വലാ അൽബസുൽ ഹബീർ
ഒരു റൊട്ടി തിന്നാൻ അവസ്ഥ ഉണ്ടായിരുന്നില്ല, നല്ലൊരു മുണ്ടുടുക്കാൻ കണ്ടിരുന്നില്ല. വല യഖ്ദുമുനി ഫുലാനുൻ വ ഫുലാന, സേവനത്തിന് ആരും ഉണ്ടായിരുന്നില്ല. അഖ്ദുമു റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മിൽ ഇ ബത്നി, എൻ്റെ പട്ടിണി അകറ്റാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഫ അഷ്ഹദു ഇദാ ഗാബു വ അഹ്ഫദു ഇദാ നസു, മുഹാജിറുകൾ അൻസാരികൾ അവരൊന്നും സ്ഥലത്തില്ല എങ്കിൽ ഞാൻ സന്നിഹിതനാണ്, അവർക്കൊക്കെ മറവി പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപ്പാടമാക്കുന്നവനായിരുന്നു, അങ്ങനെ ഞാൻ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞ അദ്ദേഹം എങ്ങനെ താൻ ഇത്രമാത്രം ഹദീസ് പഠിച്ചു എന്നതിൻ്റെ കാരണം ഉണർത്തുന്നതാണ് പിന്നീട് ഇതുപോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഈ അഹ്ലുസുഫയെ പരിഗണിക്കുകയും അവരുടെ വിശപ്പടക്കാൻ ഉള്ളത് നൽകി സഹകരിക്കുകയും ചെയ്തതൊക്കെ അബൂ ഹുറൈറ അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, വിശപ്പുകൾ അതെത്ര എന്ന് അളക്കുവാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ഉണർത്തുന്നുണ്ട് ഈ ഒരു നിവേദനത്തിൽ. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ വഴിയിലിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയെ കടന്നു വന്നു. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അപ്പോൾ അബൂ ഹുറൈറയോട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ ചോദിച്ചു. മാ സഅൽതുഹു ലി ഇല്ലാ ലി യസ്തത്ബിഉനി, ഞാനത് ചോദിച്ചത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടാനാണ്, അല്ലാതെ ആയത്ത് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പിന്നെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാക്കാൻ ചോദിച്ചതാണ്. പക്ഷേ ഫമറ വലം യഫ്അൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നുപോയി, അദ്ദേഹം കൂടെ കൂട്ടിയില്ല. പിന്നെ ഉമർ കടന്നു വന്നു, അപ്പോഴും ഇതുപോലെ ഒരായത്ത് ചോദിച്ചതിൻ്റെ ലക്ഷ്യതാണ്. പക്ഷേ ഉമറും കടന്നുപോയി, കൂടെ കൂട്ടിയില്ല. പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. തിരുദൂതർ ഫതബസ്സമ ഹീന റആനി, എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു എന്നാണ്. വഅറഫ മാഫി നഫ്സി, എൻ്റെ ഉള്ളം അദ്ദേഹം മനസ്സിലാക്കി. വമാഫി വജ്ഹി, എൻ്റെ മുഖവും അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ അബാഹിർ, അബൂ ഹുറൈറ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് അബൂഹിർ. ലബ്ബൈക യാ റസൂൽ അല്ലാഹ് എന്ന് ഞാൻ പ്രതികരിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇൽഹഖ്, എൻ്റെ കൂടെ വരൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു, ഞാൻ തിരുദൂതരെ പിന്തുടർന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിലെത്തി. അവിടെ ഒരു കോപ്പയിൽ പാലിരിക്കുന്നത് കണ്ടു. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇന്നയാൾ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞു. ഒരു കോപ്പ പാൽ. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാഹിർ, അബൂ ഹുറൈറ എന്ന് വീണ്ടും വിളിച്ചു. എന്നിട്ട് തിരുദൂതർ പറഞ്ഞു, അഹ്ലുസുഫയെ എല്ലാവരെയും വിളിക്കാൻ. വ അഹ്ലുസുഫത്തി അദിയാഫുൽ ഇസ്ലാം, അഹ്ലുസുഫ ഇസ്ലാമിൻ്റെ അതിഥികളാണെന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിചയപ്പെടുത്തിയത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസുഫയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അഹ്ലുസുഫയെ വിളിച്ചു. എല്ലാവർക്കും ആ കോപ്പ പാല് കുടിക്കാൻ നൽകിയത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ ഹുറൈറയും മാത്രം ശേഷിച്ചത്. അബൂ ഹുറൈറയോട് റസൂലുള്ളാഹി ഫഖൂദ് ഫഷ്റബ്, ഇരിക്കൂ, കുടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇരുന്നു കുടിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും കുടിച്ചു. തിരുദൂതർ വീണ്ടും ഊദിയ അബാഹിർ, അബൂഹിർ കുടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുടിച്ചു. അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞു. ഇതൊക്കെ അദ്ദേഹം ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവസാനം ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലകൻ, അള്ളാഹുവാണേ സത്യം, ഇനി കുടിക്കാൻ ഒരിടവും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പാല് കുടിപ്പിക്കുകയുണ്ടായി എന്നാണ്. അവിടെ ഒരു വലിയ ആയത്ത്, ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയുണ്ടായി. ഒരു കപ്പ് പാല് അത് അഹ്ലുസുഫ മുഴുവൻ കുടിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇவ்விധം വയറ് നിറയോളം കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതാണ് വ്യക്തമാകുന്നത്. അവസാനമാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുന്നത്. അബൂ ഹുറൈറ പറയുന്നത്, ഫഅതൈതുഹുൽ ഖദഹ്, കോപ്പ ഞാൻ പിന്നീട് തിരുദൂതർക്ക് നൽകി. ഫഹമിദല്ലാഹ വസമ്മ വശരിബൽ ഫദ്ല, അള്ളാഹുവിനെ സ്തുതിച്ച് ബിസ്മി ചൊല്ലി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷിക്കുന്നത് കുടിക്കുകയുണ്ടായി എന്നാണ്. ഈ സംഭവം ഇനിയും കുറേ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ചരിത്രമാണ്. എന്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കൂടുതൽ പഠിച്ചു, ഹദീസുകൾ കൂടുതൽ എന്തുകൊണ്ട് മനഃപ്പാടമാക്കി, അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയും മനഃപ്പാടമാക്കാനുള്ള കഴിവും അത് എത്രമേലുണ്ടായിരുന്നു, അതെങ്ങനെയുണ്ടായി തുടങ്ങിയ വിഷയങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന കുറേ വിഷയങ്ങൾ ഈ സംഭവം ഉൾക്കൊള്ളുന്നുണ്ട്. സമയദൈർഘ്യം പറയുന്നതിനാൽ ഞാനത് ഇവിടെ പരത്തി പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഈ ഒരു സംഭവത്തെ ഉണർത്തിയത് നമ്മൾ പഠിക്കുന്ന ഈ ആയത്ത് അതിനെ പൂർവ്വസൂരികളായ സച്ചരിതരായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നത് ഉണർത്താനാണ്. ഇത് കേവലം മദീനയിലെ കുറച്ച് ജൂതന്മാരുടെ
ദുസ്വഭാവവും ദുർഗുണവും അറിയിക്കാനും അവരിൽ ശാപമുണ്ടാകും എന്നുള്ള വാർത്ത അറിയിക്കാനുമുള്ള ഒരു വചനം മാത്രമല്ല, ഈ വചനത്തിൻ്റെ വിധിയും തേട്ടവും അവരെ വിട്ടുകടന്ന് ആ ജൂത പണ്ഡിതന്മാരുടെ സ്വഭാവം പേറുന്ന അവരുടെ പ്രകൃതമുള്ള പണ്ഡിത വേഷധാരികളും പുരോഹിതന്മാരും എപ്പോഴൊക്കെയുണ്ടോ എവിടെയൊക്കെയുണ്ടോ അവർക്കൊക്കെയും ബാധകമാണ് എന്ന് മനസ്സിലാക്കാൻ സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടാൻ സുപ്രധാനമായ 2 ചരിത്രങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ സഗൗരവമുണർത്തിയ ചില വരികളുണ്ട്. അതിലൊന്ന്, അൽ യഹൂദു വൻ നസാറ ഖതമു സിഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസദ്ദിൻ നാസി അനിൽ ഈമാനി ബി. യഹൂദ നസാറാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ ജനങ്ങളെ തൊട്ട് മൂടി. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി. മറ്റൊരു വരി, കത്മുൽ ഇൽം ഖിയാനത്തുൽ അമാന അല്ലതി ജഅലഹ അല്ലാഹു ഫി അനാഖിൽ ഉലമാ. പണ്ഡിതന്മാരുടെ പിരടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അമാനത്തിൽ ചതി നടത്തലാണ് അറിവ് മൂടിവെക്കൽ. മറ്റൊരു വിഷയം, യജിബു നശ്റുൽ ഇൽം വ തബ്ലീഗുഹു ഇലന്നാസ് ലിതഉമ്മൽ ഹിദായത്ത് ജമീഅൽ ബശർ. അറിവ് പ്രചരിപ്പിക്കൽ, ജനങ്ങളിലേക്ക് അത് എത്തിക്കൽ നിർബന്ധമാണ്. എല്ലാ മനുഷ്യർക്കും ഹിദായത്ത് അത് പൊതുവിൽ ലഭിക്കുന്നതിന് വേണ്ടി. മൻ കതമ ശൈഅൻ മിൻ അഹ്കാമി ശർഇൽ ഹനീഫ് ഇസ്തഹഖൽ ലഅനൽ മുഅബ്ബദ. ഈ ഋജുമാർഗമാകുന്ന ശർഇലെ മതവിധി വല്ലവരും മൂടിവെച്ചാൽ നിത്യ ലഅനത്തിന് അയാൾ അർഹനായി. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. സഹോദരന്മാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിൻ്റെ വിഷയത്തിൽ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്ന ചില അറിയിപ്പുകളാണ് ഞാനിവിടെ കേൾപ്പിക്കുകയുണ്ടായത്. ഇൽമ് മൂടിവെക്കാവതല്ല എന്നത് ഈ വചനം നമ്മോട് ഓതുന്നു. അത് വൻപാപമാണ് എന്നത് ഈ വചനം നമ്മളെ അറിയിക്കുന്നു. എന്നാൽ ഇൽമ് മൂടിവെക്കേണ്ടതായ ചില അവസ്ഥകൾ ഉണ്ടോ? ഇൽമ് അവതരിപ്പിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ടോ? എന്താണ് ദീൻ പറയുന്നത്? ആ വിഷയത്തിൽ എന്താണ് ചരിത്രം? നമ്മുടെ ഈ വചനത്തിൽ നമ്മൾ അനിവാര്യമായും പഠിക്കേണ്ട ഒരടിസ്ഥാന വിഷയമാണത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ വിഷയവും ചരിത്രവും തുടർന്ന് കേൾക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.